കർത്താവിന്റെ അതിപരിസമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം എന്റെ 16-ാമത്തെ വാക്യം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്ക് ഒരിക്കലും ആ വാക്യം വായിക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും. യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ശക്തമായ ഉപദേശമാണ്, ദൂതാണ്, ആലോചനയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർക്ക് വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ച് യേശു നേരത്തെ അവരെ പറഞ്ഞ് പ്രബോധിപ്പിച്ചവരെ അതിൽ ഉറപ്പിച്ച് ശക്തമാക്കിയിരുന്നു എന്ന് തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഇന്നും ദൈവത്തിന്റെ വചനവുമായി കർത്താവിന്റെ വേലയുമായി നിൽക്കുന്ന ദൈവഭക്തന്മാരുള്ള ദൂതാണ്. ഹല്ലേലൂയ. യേശുവിന്റെ കാലഘട്ടത്തിലും ശിഷ്യന്മാരെ അയക്കുമ്പോൾ ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നവർ. അത് തന്നെയാണ് ഇന്നും ദൈവദാസന്മാർ ചെയ്യുന്നത്. ഇന്നും ദൈവസഭയുടെ ശുശ്രൂഷ, ദൈവദാസന്മാരുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ചെന്നായ്ക്കളുടെ നടുവിൽ ആണെന്ന് ഓർത്ത് വേണം. കേരളത്തിൽ നോക്കിയാൽ, ഹല്ലേലൂയ, നമ്മുടെ ഭാരതത്തിൽ നോക്കിയാൽ, ലോക രാജ്യങ്ങളിൽ നോക്കിയാൽ സുവിശേഷത്തിനെതിരെ എഴുന്നേൽക്കുന്ന, സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, യേശുക്രിസ്തുവിന്റെ നാമത്തെ തകർക്കുവാൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവഭക്തന്മാരെ, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ശിഷ്യന്മാരെ തകർക്കുവാൻ അനവധി ചെന്നായ്ക്കളെ പോലെയുള്ള കൂട്ടങ്ങൾ, സാത്താന്യ ശക്തികൾ എഴുന്നേൽക്കുന്ന കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കലും ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ച ഒരു ഭക്തൻ എഴുതിയതാണ്. ഒരു നിരീശ്വരവാദി നാട് മുഴുവൻ നടന്ന് ദൈവമില്ല എന്ന് പ്രസംഗിക്കുക. അദ്ദേഹത്തിന്റെ കഴിവിനും സാമർത്ഥ്യത്തിനും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും കടന്നുപോയി പ്രസംഗിക്കുക ദൈവമില്ല എന്നാണ്. ഹല്ലേലൂയ. അവൻ വളരെ വാശിയോടെയാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമില്ലെന്ന്. സകല ജനങ്ങളോടും വാശിക്കുക ദൈവമില്ല എന്നാണ്. ഹല്ലേലൂയ. 14-ാം സംഗീതത്തിന് പറഞ്ഞ ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ നിരീശ്വരവാദി പറഞ്ഞ് ഫലിപ്പിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഭക്തൻ നേരെ സ്റ്റേജിലേക്ക് കയറി ചെന്നു. നിങ്ങളുടെ ബുദ്ധി സാമർത്ഥ്യത്താൽ നിങ്ങൾ പല വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. നിരീശ്വരവാദിന് പറയുന്നത് നിങ്ങളുടെ ബുദ്ധി സാമർത്ഥ്യത്താൽ നിങ്ങൾ അനവധി വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്നാൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് മറുപടി പറയുമോ എന്ന് ഈ ഭക്തൻ ചോദിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് ഈ ഭക്തൻ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് ലോകത്തിൽ ആടുകളുടെ ഇനം പൂർണ്ണമായി നശിക്കാതെ ജീവനോടെ ഇരിക്കുന്നതിന് കാരണം എന്താണെന്ന് ഈ നിരീശ്വരവാദിയോട് ഈ ഭക്തൻ ചോദിച്ചു. നിരീശ്വരവാദി ആകപ്പാടെ ഒരു കുഴഞ്ഞ അനുഭവമാണ്. കാരണം ആടുകളുടെ ഇനം പൂർണ്ണമായി ഈ ഭൂമിയിൽ നിന്ന് നശിക്കാതെ ഇരിക്കുന്നതിന് കാരണം എന്താണെന്ന് ഈ നിരീശ്വരവാദിക്ക് അറിയില്ല. നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ദൈവമില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ കർത്താവ് പറഞ്ഞത് ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പൊ നിരീശ്വരവാദി എന്ന് പറയുമ്പോൾ ഇവിടെ ചെന്നായിയുടെ വേഷം കെട്ടിയ ആളാണ്. ആടിന്റെ ശത്രുവാണല്ലോ ചെന്നായി. ഹല്ലേലൂയ. അങ്ങനെ ഇന്നത്തെ കാലഘട്ടം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആടുകൾ സാധുവായവയും ഹല്ലേലൂയ സംരക്ഷണമില്ലാത്തതുമായ ഒരു മൃഗം. ആടുകൾ സാധുവായ ഒരു മൃഗമാണ്. അതിന് വലിയ സംരക്ഷണങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് പാമ്പിനെ പോലെ വിഷമുള്ളതല്ല. ആട് പാമ്പിനെ പോലെ വിഷമുള്ളതല്ല. നായയെ പോലെ അത് കടിക്കത്തില്ല. കഴുതയെ പോലെ അത് ചവിട്ടത്തില്ല. ഹല്ലേലൂയ. തേളിനെ പോലത് കുത്തുകയില്ല. ആനയ്ക്കുള്ളതുപോലെ തുമ്പിക്കൈ ഇതിനില്ല. മറ്റുള്ള മൃഗങ്ങൾക്കുള്ള യാതൊരു കഴിവുകളും ആടിനില്ല. ആട് ഒരു സാധുവായ ഒരു മൃഗമാണ്. ഏത് സമയത്തും ആടിനെ ആർക്കും വേണ്ടി ഉപദ്രവിക്കാം. ഏത് മൃഗങ്ങൾക്ക് വേണ്ടിയും അമ്മയെ ഉപദ്രവിക്കാം.
അത്ര ബലഹീനമായ ഒരു മൃഗമാണ് ആട്. എന്നിട്ടും ആടുകളുടെ കൂട്ടങ്ങൾ നശിക്കാതെ കൂട്ടമായിട്ട് പെരുകിക്കൊണ്ടിരിക്കുന്നു. ശരിയ. അപ്പം ആടുകൾക്ക് ഇത്രമാത്രം ശത്രുക്കൾ ഉണ്ടായിട്ടും, ചെന്നായ്ക്കൾ കടിച്ചു കയറാൻ നടന്നിട്ടും ആടുകളുടെ കൂട്ടം നശിക്കാതെ പെരുകിക്കൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദാസിദാസന്മാർ, ദൈവസഭ, ദൈവമക്കൾ ഇവിടെ പെരുകുന്നുണ്ടെങ്കിൽ ഓർത്തോണം. ആടുകൾ പെരുകുന്നതുപോലെ പെരുകുന്നുണ്ടെങ്കിൽ ഓർത്തോണം. അല്ലേരിയ, അത് ദൈവത്തിന്റെ ജനമാ, ദൈവത്തിന്റെ മക്കളാ. ആടുകളുടെ ഇനത്തെ ഭൂമിയിൽ നിന്ന് തകർക്കാൻ കഴിയാത്തതുപോലെ ദൈവസഭയെ ഭൂമിയിൽ നിന്ന് തകർക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആദ്യം മനസ്സിലാക്കണം. അല്ലേ, നിങ്ങൾ എത്ര കാലങ്ങളായി ആടുകളുടെ കൂട്ടത്തെ തകർക്കാൻ ശ്രമിച്ചിട്ട്? ഏതെല്ലാം തന്ത്രങ്ങളും മന്ത്രങ്ങളും നിങ്ങൾ കൊണ്ടുവന്നു, ഏതെല്ലാം ആലോചനകൾ, ഏതെല്ലാം സൂത്രപ്പണികൾ ചെയ്തു? ആടുകളുടെ കൂട്ടത്തെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യുവാൻ എഴുന്നേറ്റ സകല മഹാന്മാരും ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയി. ബാക്കിയുള്ളതും താമസിയാതെ ദൈവിക ന്യായവിധിയിൽ വരും. പ്രൈസലോ. ഭീഷണിയൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ദൈവവചനം പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് പ്രസംഗിക്കുവാനുള്ള ദൈവവചനമാണ്. കർത്താവ് ഞങ്ങളെ ആടുകളെ പോലെ തിരഞ്ഞെടുത്തതാണ്. കർത്താവിന്റെ കൈക്കിലെ ആടുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ പെരുകുന്നതിന്റെ കാരണം ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ആടുകളുടെ മേൽ എന്തുണ്ട്? ദൈവ സാന്നിധ്യമുണ്ട്. ദൈവ സാന്നിധ്യം ആടുകളുടെ മേൽ നിൽക്കുന്നത് കൊണ്ട് ഭൂമിയിലുള്ള സകലതും ആടുകൾക്കെതിരാണെങ്കിലും ആടുകൾക്ക് ശത്രുവാണെങ്കിലും ദൈവം തന്റെ കൈക്കലെ ആടുകളെ നാമെ സ്നേഹിക്കുന്നു, കരുതുന്നു, അവയെ പേർ ചൊല്ലി വിളിക്കുന്നു, അവയ്ക്ക് ആഹാരം കൊടുക്കുന്നു, അവയെ പുറത്തു കൊണ്ടുപോകുന്നു, അവർ തിരിച്ചു കൊണ്ടുവരുന്നു. ആമേൻ. വാതിൽക്കാരൻ കാവൽ സൂക്ഷിക്കുന്ന പോലെ ആടുകളുടെ ഇടയനായിരിക്കുന്ന കർത്താവ് അവരെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് ഒരു ചെന്നായി കൂട്ടത്തിനും ആടുകളെ നശിപ്പിക്കാൻ കഴിയത്തില്ല. പ്രവേശനം. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിച്ചു പഠിക്കണം കേട്ടോ. എന്നെ കേൾക്കുന്ന പ്രിയമാതാവേ, പിതാവേ, ആടിനെ പോലെ ബലഹീനമായ ഒരു മൃഗം, അതിനെയോട് സാമ്യപ്പെടുത്തിയാണ് ദൈവം നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. സുവിശേഷ ഘോഷണത്തിൽ, സുവിശേഷ വേലയിൽ നിനക്ക് എത്രമാത്രം ശത്രുക്കൾ ഉയർന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, മരണം നിന്റെ മുമ്പിൽ എത്തിയാലും നീ ഭയപ്പെട്ടു പോകരുത്. നിനക്ക് സംരക്ഷകനായ യേശുവുണ്ട്. സുവിശേഷ മുഖാന്തരം നീ നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, നിന്നെ വീട്ടിൽ നിറക്കി വിടുമ്പോൾ, വീട്ടുകാർ തടയുമ്പോൾ, സ്വന്തക്കാർ തടയുമ്പോൾ, ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുമ്പോൾ, ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുമ്പോൾ, മക്കൾ വീട്ടിൽ നിങ്ങൾ ഇറക്കി വിടുമ്പോൾ, അപ്പനമാർ മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ, സ്വന്തക്കാരും സ്വന്തത സഹചാരികളും ബന്ധുമിത്രാദികളും സുവിശേഷ മുഖാന്തരം നിങ്ങളെ തള്ളി മാറ്റുമ്പോൾ, നിങ്ങൾ നിന്ന് സമുദമായി നിങ്ങളെ ഒഴിവാക്കുമ്പോൾ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. നിങ്ങളുടെ സംരക്ഷണം യേശുവിന്റെ കരങ്ങളിലാണ്. ഇപ്പൊ ചെന്നായ്ക്കൾ വലിയ കൂട്ടങ്ങൾ, അല്ലെങ്കിൽ ചെന്നായ്ക്കളെ പോലെ വലിയ ശത്രുത, ചെന്നായ്ക്കളുടെ കൂട്ടം പോലെ വലിയ കൂട്ടങ്ങൾ നിങ്ങൾക്ക് നേരെ എഴുതേക്കാം. പക്ഷേ ജയം നിനക്കാകട്ടോ. കാരണം നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാ. യേശുവിന്റെ രക്തത്താൽ നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ. നീ ഇപ്പോൾ ലോക മനുഷ്യനല്ല. പണ്ട് നീ ലോകമനുഷ്യനായിരുന്നു. അന്ന് ലോകക്കാര് നിനക്ക് കൂട്ടുണ്ടായിരുന്നു. ഇന്ന് നീ ദൈവത്തിന്റെ കരത്തിലെ ആടുകളാണ്. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാണ്. ദൈവത്തിന്റെ സഭയാ. ദൈവത്തിന്റെ മകനാണ്, മകളാണ് നീ. നിന്നെ തകർക്കുവാൻ ഉലകത്തിൽ ഒരു ചെന്നായ്ക്കൾക്കും കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യലേഖനമൊക്കെ എഴുതുമ്പോൾ പറഞ്ഞത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതൊരു സാത്താൻ പലവിധമായി തന്ത്രങ്ങളുമായിട്ട് നിനക്ക് നേരെ കടന്നു വരും. പക്ഷേ അവന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. അവൻ തന്ത്രശാലിയാണ്. തന്ത്രത്തിലൂടെ ദൈവസഭയെ നിർമൂലമാക്കുവാൻ വേണ്ടി പല പദ്ധതികളും അവൻ ഒരുക്കും. സ്തോത്രം. പക്ഷെ സാത്താന്റെ തലയെ കാൽവറിയിലെ യേശു തകർത്തതാണ്. അവന്റെ തലയെ തകർത്തതാണ്. അവൻ ജീവനില്ലാത്തവനാണ്. ഹല്ലേലൂയ. അവന് തന്ത്രങ്ങൾ മെനയുവാനേ കഴിയുള്ളൂ. പക്ഷെ ദൈവസഭയെ തകർക്കാൻ അവന് അധികാരമില്ല. പ്രൈസലോ. ഇപ്പം നല്ല മറ്റു മൃഗങ്ങൾക്കുള്ളതുപോലെ ഒന്നും ശക്തി ഈ ആടിനില്ലെങ്കിലും ആടിന്റെ പൂർണ്ണ സംരക്ഷണം ദൈവത്തിനാണ്. എന്നാൽ അതിനുള്ള ശത്രുക്കളോ കുറച്ചൊന്നുമല്ല. ആടുകൾക്കുള്ള ശത്രുക്കള് കുറച്ചൊന്നുമല്ല. ആടുകൾക്കുള്ള ശത്രുക്കൾ ആരാണ്?
സിംഹവും പുലിയും ചെന്ന മുതലായ മൃഗങ്ങൾ ആടുകളെ വേട്ടയാടുന്നു. ഇവിടെ സിംഹം, പുലി, ചെന്നായി മുതലായ ആടുകളെ വേട്ടയാടുന്ന മൃഗങ്ങളെ ഇവിടെ നമ്മൾ വേദപുസ്തകം ചേർത്ത് പഠിക്കുമ്പോൾ അതെല്ലാം സാത്താന്റെ തന്ത്രങ്ങളാണ്. അല്ലേ? സാത്താൻ സിംഹത്തെ പോലെ വരും, പുലിയെ പോലെ വരും, ചെന്നായെ പോലെ വരും, കടുവയെ പോലെ വരും. അങ്ങനെ ആടുകളെ വേട്ടയാടുവാൻ വിവിധ രൂപഭാവത്തിലൂടെ സാത്താൻ നിങ്ങളുടെ മുമ്പിൽ അവതരിക്കും. അല്ലെ? വെളിപ്പെടും. സാത്താൻ വിവിധ തരത്തിലാണ് വരുന്നത്. അതൊന്നും കണ്ട് ഞാനും നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട. ദൈവം നിന്നെ വിളിച്ചിറക്കിയ ദൈവം നിന്നെ കണ്ട് നിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കും. ദൈവം നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ കൂട്ടക്കാരുടെ നടുവിൽ നിന്നും ദൈവരാജ്യത്തിന് വേണ്ടി നിന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ തൊട്ടുണർത്തിയിട്ടുണ്ടെങ്കിൽ, അവന്റെ അഭിഷേകം നിന്റെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ, നീ ഒരിക്കലും ഭാരപ്പെട്ടു പോകണ്ട. നിനക്ക് വലിയ ശുശ്രൂഷയുണ്ട്, വലിയ വാഗ്ദത്തങ്ങളുണ്ട്, വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിന്നിലൂടെ എന്റെ കർത്താവ് ചെയ്യും. ചെന്നായ്ക്കളുടെ കൂട്ടങ്ങൾ നിന്നെ വകഞ്ഞു നിൽക്കുമ്പോൾ, ചെന്നായ്ക്കളുടെ കൂട്ടങ്ങൾ നിനക്കെതിരെ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ നടുവില് ദൈവരാജ്യത്തെ നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്തും, രക്തം ചെയ്യും. നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ, സുവിശേഷത്തെക്കുറിച്ച് നീ ലജ്ജിക്കരുത്. സുവിശേഷത്തെക്കുറിച്ച് നീ ലജ്ജിക്കാതെ സകല ജനത്തിന്റെ നടുവിലും, സകല ജാതികളുടെ നടുവിലും, സകല മനുഷ്യരുടെ നടുവിലും നിങ്ങൾ ഇത് വിളിച്ചു പറയണം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് അന്ത്യകൽപ്പന കൊടുക്കുമ്പോൾ, മഹാനിയോഗം കൊടുക്കുമ്പോൾ പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 28-18-19-20 വാക്യങ്ങൾ പറഞ്ഞത്, യേശു അടുത്ത് ചെന്ന സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്ക ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളി. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് യേശു നമ്മോട് പറഞ്ഞ ഒരു വാഗ്ദത്തമാണ്. അതെ, ലോകാവസാനത്തോളം നമ്മോട് കൂടെ ഇരിക്കുന്ന യേശു തന്റെ സുവിശേഷം, തന്റെ ദൗത്യം, തന്റെ വചനത്തെ നിന്നിലൂടെ ലോകത്തിന് മുമ്പാകെ വെളിപ്പെടുത്തുക, രക്തം ചെയ്യും. നമ്മൾ വീണ്ടും ദൈവത്തിനും പറഞ്ഞു, ലൂക്കോസിന്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുകയും. നമ്മൾ മർക്കോസിന്റെ വിചാരം വായിക്കുന്നുണ്ട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന്. അതെ, കർത്താവിന് ഒരു കൂട്ടം ജനത്തെ ദൈവരാജ്യത്തിന് ആവശ്യമുണ്ട്. ദൈവരാജ്യത്തിലേക്ക് ഒരു വലിയ കൂട്ടം ജനത്തെ, വലിയ സമൂഹത്തെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായി ഇത്. ദൈവസഭയുടെ ഉണർവിന്റെ കാലഘട്ടമാണ്. ഹല്ലേലൂയ. ആട്ടിൻകൂട്ടത്തെ പൂർണ്ണമായി ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യുവാൻ ഈ ഭൂമിയിലെ ഒരു ശത്രുക്കൾക്കും കഴിയത്തില്ല. തീവ്രവാദികൾ എഴുന്നേറ്റാലും, ഭീകരവാദികൾ എഴുന്നേറ്റും, വർഗീയവാദികൾ ഒന്നടങ്കം ശബ്ദക്കൂട്ടം എഴുന്നേറ്റ് വന്നാലും, ദൈവമില്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികളും യുദ്ധവാദികളും മൂടന്മാരും ഒക്കെ രംഗത്ത് വന്നാലും, ദൈവസഭ ഇവിടെ പണിതുകൊണ്ടേയിരിക്കും. ദൈവസഭ കർത്താവ് പണിതുകൊണ്ടിരിക്കും. അല്ലേ? അതാണ് യേശു പത്രോസിന് നിയോഗം കൊടുക്കുമ്പോഴും യേശു പത്രോസിന് പറഞ്ഞത്. പത്രോസിന് യേശു എന്ന് പറഞ്ഞേ, മത്തായിയുടെ സുവിശേഷം 16 വായിച്ചേക്കാം, നീ പത്രോസ് ആകുന്നു. പത്രോസിന് യേശു, നീ പത്രോസ് ആകുന്നു. എന്നിട്ട് യേശു നേരെ ആ വിരൽ തന്റെ നേരെ തിരിച്ചിട്ട് പറയാ, ഈ പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ. പത്രോസ് അല്ല പാറ കേട്ടോ, ക്രിസ്തുവാകുന്ന പാറമേൽ. ആ യേശു പറഞ്ഞു, നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ. ഈ പാറമേൽ യേശു ആകുന്ന പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കുകയില്ല. അതെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ ദൈവം തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുമ്പോൾ പാതാള ഗോപുരങ്ങൾക്ക് എന്നെ ജയിക്കാൻ കഴിയില്ലെന്ന്, ചെന്നായ്ക്കളുടെ കൂട്ടത്തിനെ ജയിക്കാൻ കഴിയില്ലെന്ന്, സാത്താന്യ ശക്തികൾക്ക് എന്നെ ജയിക്കാൻ കഴിയത്തില്ലെന്ന്, വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളും സ്വലോകത്തിലെ ദുഷ്ടാത്മസേനെ ഒന്നിച്ചെഴുന്നേറ്റാലും ആട്ടിൻകൂട്ടത്തെ നശിപ്പിക്കാൻ കഴിയില്ലെന്ന്, രക്തം ചെയ്യും. അപ്പൊ ആട്ടിൻകൂട്ടത്തെ നശിപ്പിക്കാൻ കഴിയത്തില്ല, ദൈവസഭയെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അവിടെ ഇവിടെയായി ചില പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊന്നും കണ്ട് ഞങ്ങൾ ഭയപ്പെടത്തില്ല. കാരണം ഞങ്ങളെ വിളിച്ച ദൈവമാണ്, ഞങ്ങളെ വിളിച്ച ദൈവമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണ്. അവൻ മരിച്ചടക്കപ്പെട്ട് കല്ലറയ്ക്കകത്ത് ഒതുങ്ങി പോയവനല്ല. കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റ്
ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി 40 നാളുകൾ അവരോടൊപ്പം സഞ്ചരിച്ച് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് തന്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥണയ്ക്കുന്നു. തന്റെ സഭയെ ചേർക്കാൻ, ഈ ആട്ടിൻകൂട്ടത്തെ ചേർക്കാൻ യേശു മധ്യാകാശത്തിൽ വരുന്നു. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി ദൈവം ഞങ്ങളിവിടെ ആക്കി വെച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞങ്ങൾക്കെതിരെ ചെന്നായി എത്ര ശക്തമായി വന്നാലും ഞങ്ങൾ പതറിപ്പോകുകയില്ല. രക്തം ചെയ്യും. പ്രൈസറോ. കാരണം ആടുകളുടെ ഇടയൻ യേശുവാ. പ്രൈസറോ. ദൈവസഭയുടെ ഇടയൻ യേശുവാ. പ്രൈസറോ. ഇവിടെ നിങ്ങൾ ദൈവത്തിന് ഭജനം. അപ്പൊ ആടുകൾക്ക് മനുഷ്യൻ സംരക്ഷണം നൽകുന്നു. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ കരുതാം, ആടുകളുടെ ഉപയോഗത്തെ മനുഷ്യൻ അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആടുകൾ മുഴുവനായി നശിക്കപ്പെടാതിരിക്കുന്ന രഹസ്യം എന്താണ്? ഹല്ലേലൂയ. അപ്പൊ ആടുകളെ മനുഷ്യൻ സംരക്ഷിക്കുന്നു. ആടുകളുടെ ഉപയോഗം, ആടുകളെ കൊണ്ട് നമുക്ക് പൂർണ്ണമായി ഇതിനെ അനുഭവിക്കാൻ കഴിയാതെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഹല്ലേലൂയ. ആടുകളുടെ സംരക്ഷണം ദൈവമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്ലേസിലേക്ക് ആടുകളെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആടുകളെ സൃഷ്ടിച്ചവൻ യേശുവാണ്. ആടുകളുടെ സംരക്ഷണവും ആടുകളെ സൃഷ്ടിച്ചതും ദൈവമാണ്. ആ ദൈവം ജീവനോടെ ഇരിക്കുന്നു. ആടുകളുടെ ഉടമസ്ഥൻ ജീവനോടെ ഇരിക്കുന്നു. ദൈവസഭയുടെ ഉടമസ്ഥൻ ജീവനോടെ ഇരിക്കുന്നു. ഞാൻ പറയട്ടെ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ ഇടയനായ കർത്താവ്, എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ രക്ഷകനായ കർത്താവ് ജീവനോടെ ഇരിക്കുന്നു. പ്രൈസ്. ഞാനത് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്നൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പല ചോദ്യചിഹ്നങ്ങളും, പല വാദപ്രതിവാദങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരും. ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയച്ചത് എന്ന് പറഞ്ഞതുപോലെ ദൈവസഭയും അങ്ങനെ തന്നെയാ. സാത്താന്യ ശക്തികൾ പ്രബലമായി നിൽക്കുന്ന നടുവിലാണ് നാം സുവിശേഷം പങ്കുവെക്കുന്നത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവേ, സുവിശേഷം മുഖാന്തരം നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാൽ നീ ഭാരപ്പെടണ്ട. ഞാൻ ആദ്യം പറഞ്ഞു വന്നു, അതെ, സുവിശേഷം മുഖാന്തരം നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നീ ഭാരപ്പെട്ടു പോകണ്ട. ദൈവം നിനക്ക് വേണ്ടി കരുതും. രക്തം ചെയ്യും. ഇവിടെ ചെന്നായ്ക്കളുടെ നടുവിലെ ആട് എന്ന് പറയുമ്പോൾ ആടിന്റെ ചുറ്റും വലിയ ശത്രുവാണ്. ആടിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ചെന്നായി. നിങ്ങളുടെ സ്ഥാനവും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ ആടുകളുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ചെന്നായി. അപ്പൊ നമ്മുടെ സ്ഥാനവും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. 1940 പരാജയപ്പെട്ടു പോയ തന്റെ പടയാളികളോട് വിൻസെന്റ് ചർച്ചിൽ പറഞ്ഞത്, എനിക്ക് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാനുള്ളത് ചോരയും വിയർപ്പും കണ്ണുനീരും മാത്രമാണ് എന്ന് വിൻസെന്റ് ചർച്ചിൽ തന്റെ ശിഷ്യന്മാരോട് പറയുക. അല്ലേ? എന്നാൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പടയാളികൾ പിന്നീട് ജയിച്ചു. ഹല്ലേലൂയ. ജയിച്ചു. ശിഷ്യന്മാരുടെ എതിരാളികളായി നിൽക്കുന്ന സാത്താന്റെ എല്ലാ കിങ്കരന്മാരെയും ചെന്നായ്ക്കളുടെ ലിസ്റ്റിൽ കർത്താവ് പെടുത്തുക. അപ്പൊ വിൻസെന്റ് ചർച്ചിന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാരെല്ലാം അന്ന് ബലപ്പെട്ടു. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയാണ്, ആടുകളുടെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന എല്ലാ കിങ്കരന്മാരും സാത്താന്റെ ശക്തികളാണെന്ന്. ഹല്ലേലൂയ. അപ്പൊ സാത്താന്റെ എല്ലാ കിങ്കരന്മാരും, സാത്താൻ ഒരുപാട് അനുയായികളുണ്ട്. ഹല്ലേലൂയ. അവൻ ഒരുപാട് കിങ്കരന്മാരുണ്ട്. സൂത്രത്തിലൂടെ ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി ദൈവസഭയെ തകർക്കുവാൻ ശ്രമിക്കുന്ന കള്ള പ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും കള്ള ഉപദേശങ്ങളുമായി നിരീശ്വരവാദികളും യുക്തിവാദികളും തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും അടങ്ങുന്ന അനവധി സാമൂഹ്യ വിരുദ്ധരടക്കമുള്ള അനവധി ഭീകരന്മാരുണ്ട് സാത്താന്. ഹല്ലേലൂയ. അതൊക്കെ കണ്ട് നീ ഭയപ്പെട്ടു പോകണ്ട. സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കപ്പെടും. സുവിശേഷം ലോകത്തിൽ ഉയർത്തപ്പെടും. സുവിശേഷം സകല രാജ്യങ്ങളിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ, എല്ലാ ഭാഷയിലും എല്ലാ സംസ്ഥാനങ്ങൾക്കകത്തും എല്ലാ രാജ്യങ്ങൾക്കകത്തും ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പറയുന്നത്. കൊച്ചുകുട്ടികൾ പോലും സുവിശേഷം ശക്തമായി തെരുക്കൂടുകളിൽ നിന്ന് വിളിച്ചു പറയുന്നതിന്റെ കാരണം എന്താ?
അവരെല്ലാം ആ ദൈവത്തിന്റെ സംരക്ഷണത്തിന് കീഴിലാണ്. ദൈവം തെരഞ്ഞെടുത്ത ആട്ടിൻകൂട്ടമാണ് ദൈവസഭ. ലേലിയ ദൈവം തെരഞ്ഞെടുത്ത ആട്ടിൻകൂട്ടമാണ് ദൈവസഭ. അതുകൊണ്ട് ദൈവസഭയുടെ ഉടമസ്ഥൻ യേശു കർത്താവാണ്. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, ചഞ്ചലപ്പെട്ടു പോകാതെ, മനസ്സുകൊണ്ട് നിരാശപ്പെട്ടു പോകാതെ നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം. ലേലിയ. പണ്ടൊരിക്കലും ഒരു സഹോദരനും സഹോദരിയോടും ഞാൻ സുവിശേഷം പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു, എന്റെ മാസം ഇതിനകത്ത് വന്നേ പിന്നെ ഒരു സ്വസ്ഥതയില്ല, എന്നും കണ്ണുനീര, എന്നും പ്രശ്നങ്ങളാ, എന്നും നിരാശകളാ. വീട്ടുകാർ വെറുത്തു, നാട്ടുകാർ വെറുത്തു, സ്വന്തക്കാർ വെറുത്തു, ഭർത്താവിന്റെ വീട്ടുകാരും വെറുത്തു, ഇനി എന്റെ വീട്ടുകാരും എതിരാ. ആരും ഞങ്ങൾക്ക് സപ്പോർട്ടില്ല, ഒരു സഹായമില്ല. ഞങ്ങൾക്കുണ്ടായിരുന്ന നന്മകളെല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി, പടിയടച്ച് വെണ്ണം വെച്ചെന്നൊക്കെയാ പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അല്ലേ, ഞാനവരോടുള്ള സുവിശേഷം മുഖാന്തരം നിങ്ങൾ ഇങ്ങനെ കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം. സുവിശേഷം മുഖാന്തരം നിനക്ക് അല്ലെങ്കിൽ അപ്പനോ അമ്മയോ വീടോ സഹോദരന്മാരെയോ നിലങ്ങളെയോ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് 100 മടങ്ങായിട്ട് തിരികെ തരാൻ കഴിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. അല്ലേ, അതുകൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ ഭാരപ്പെട്ടു പോകണ്ട. നഷ്ടത്തെ നമ്മുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരണ്ട. ഉയരത്തിലിരിക്കുന്ന കർത്താവിനെ നോക്കാൻ പറഞ്ഞു. അല്ലേ, അതെ, കർത്താവ് നമുക്ക് ഉയരങ്ങളിലുള്ളത് കൊണ്ട് നാം ഭാരപ്പെടണ്ട. സുവിശേഷ മുഖാന്തരം എന്ത് നഷ്ടപ്പെട്ടാലും സഹോദര നീ ഭാരപ്പെടണ്ട. ഒരുപക്ഷെ കീറിക്കിടക്കുവാൻ ഒരു തുണ്ട് ഭൂമി കാണത്തില്ല, തലചായിപ്പാൻ ഒരു ഭവനം കാണത്തില്ല, മറ്റുള്ളവർ ജീവിക്കുന്നവർ ജീവിക്കാൻ കാണത്തില്ല. ഒരുപക്ഷെ നിന്റെ വീട്ടുകാർ, നിന്റെ സന്തത സഹചാരികൾ, നിന്റെ മാതാപിതാക്കളും വളരെ ശ്രേഷ്ഠമായി ഉന്നതമായ നിലയിൽ ജീവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ സുവിശേഷ മുഖാന്തരം നീ ആരുമില്ലാത്തവളെ പോലെ ആയേക്കാം. എങ്കിലും നീ ഭാരപ്പെടണ്ട. നിന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. നിന്നെ എതിർക്കുന്ന, നിന്നോട് ശത്രുത കാണിക്കുന്ന, നിന്നെ ഇറക്കിവിട്ട, നിന്നെ അപമാനിച്ച് നിന്റെ നന്മകൾ പിടിച്ചു വെച്ചവരുടെ പേര് വേദപുസ്തകത്തിൽ അല്ലടിയാ ഇല്ല, നിത്യമായി സ്വർഗത്തിലില്ല, ജീവന്റെ പുസ്തകത്തിലില്ല. അല്ലേലിയ. ദൈവരാജ്യത്തിൽ അവർക്ക് സ്ഥാനമില്ല. എന്നാൽ നീ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി സകലവും ത്യജിച്ചപ്പോൾ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ദൈവവചനം അത് പഠിപ്പിക്കുന്നു. അപ്പൊ നിന്റെ പൗരത്വം സ്വർഗത്തിലാണ്. നീ ഭൂമിയിലുള്ളതിന് വേണ്ടി നീ ചിന്തിക്കരുത്. അതുകൊണ്ടാണ് കൊലോസ്യലേഖനത്തിൽ വായിക്കും 3-ാം അധ്യായം, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതല്ല ചിന്തിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ആരെങ്കിലും സുവിശേഷ മുഖാന്തരം സങ്കടപ്പെട്ടും മനസ്സ് നിരാശപ്പെട്ടും ജീവിതത്തിൽ തകർന്നത് തലഞ്ഞായിപ്പൻ ഭവനമില്ലല്ലോ, ഒരുത്തുണ്ട് ഭൂമിയില്ലല്ലോ, മക്കളെ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ ജീവിക്കും, എങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന ഓർത്ത് ഭാരപ്പെടുന്ന സഹോദരങ്ങളോട് പറയട്ടെ, ഭൂമിയിലുള്ളതിനെ കുറിച്ച് നീ ചിന്തിക്കണ്ട, ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. പ്രൈസറോ. ഒരുപക്ഷെ നിങ്ങളെ പറയും പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയാൻ പറയും. എന്നെ കേൾക്കുന്ന പ്രൈസിലേക്ക് തന്നെ ഞാൻ 18 വർഷമായി വാടക വീട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട് സ്വന്തമായിട്ട് ഭൂമിയോ അല്ലെങ്കിൽ വീടോ ഒന്നുമില്ല. അല്ലേ, എന്നാലും ഞാൻ ഉയരത്തിലെ കർത്താവിനെ കാണുന്നത് കൊണ്ട്, ഭൂമിയിലുള്ളത് ചിന്തിക്കാതെ ഉയരത്തിലുള്ള കർത്താവിനെ കാണുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും സന്തോഷവാനാണ്. അല്ലേ, നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും ഒക്കെ വരും. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, താങ്കൾ ഇത്ര കാലം സുവിശേഷം പ്രസംഗിച്ചിട്ട് താങ്കൾക്ക് എന്ത് കിട്ടി, താങ്കൾ എന്ത് നേടിയെന്ന് ചോദിച്ചു. അല്ലേ, ഞാൻ പറഞ്ഞ ഞാൻ ഭൂമിയിലൊന്നും നേടിയിട്ടില്ല, ഭൂമിയിലൊന്നും നേടുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒന്നും നേടിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സന്തോഷം, ക്രിസ്തുവിന്റെ സമാധാനം, ക്രിസ്തുവിന്റെ സ്നേഹം, നിത്യജീവൻ, സ്വർഗരാജ്യം. ഞാനത് നേടിയിട്ടുണ്ട്. അതാണ് എന്റെ ജീവിതം, ഇതാണ് എന്റെ സന്തോഷം. ഇന്ന് ഞാൻ മരിച്ചാൽ നിത്യതയിൽ എന്റെ കർത്താവിനോട് കൂടെ കാണുമെന്ന് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു. ആ സഹോദരൻ എന്നോട് അത് പറയാൻ കഴിയത്തില്ല. കാരണം അദ്ദേഹം ചോദ്യം ഞാൻ എന്ത് നേടിയെന്നാണ്. അല്ലേലിയ. നമ്മൾ എന്ത് നേടിയെന്നുള്ളതല്ല അല്ലേലിയ നമ്മുടെ ചിന്ത. ലോകത്തൊക്കെ ചോദിക്കട്ടെ, നമ്മൾ എന്ത് നേടിയെന്ന് നമുക്ക് മറ്റുള്ളവരെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് നിത്യജീവനെ ദൈവം തന്നില്ലേ? അല്ലേലിയ. നമുക്ക് നിത്യജീവനെ ദൈവം തന്നല്ലോ. നമ്മൾ ഇന്ന് എവിടെ വീണ് മരിച്ചാലും, എവിടെ നമ്മുടെ ജീവൻ പോകുന്നോ ആ ജീവൻ നമ്മൾ ഇന്ന് പോകുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യമായി സ്വർഗത്തിലെത്തും. അല്ലേലിയ. അതേ, ഭൂമിയിൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിനക്കൊന്നുമില്ല, നിന്റെ സംരക്ഷണം യേശുവിന് വിട്ടുകൊടുക്കുക. നിന്റെ മുഴുവൻ സംരക്ഷണം യേശുവാണെന്ന് നീ ചിന്തിക്കുക. യേശുവിന്റെ സംരക്ഷണം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, നീ ആ സംരക്ഷണത്തിനകത്ത് വരുമ്പോൾ അവൻ നിന്നെ വേലി കെട്ടി സൂക്ഷിക്കും. അല്ലേലിയ. യേശു നിനക്ക് തീമതിരായിരിക്കും.
നിന്നെ തകർത്ത് കളയാതെ, നിന്നെ ഉടച്ചു കളയാതെ, നശിപ്പിച്ചു കളയാതെ, സാത്താൻ വിട്ടുകൊടുക്കാതെ അവന്റെ കരങ്ങളിൽ നിന്നെ സുരക്ഷിതമായി സൂക്ഷിക്കും. അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ഓർന്ന് ഭാരപ്പെടണം കേട്ടോ. ജയിച്ചോ, കഷ്ടം സഹിക്കണം, കർത്താവിനോട് കഷ്ടം സഹിക്കണം. യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കഷ്ടം സഹിച്ചതുപോലെ, ക്രൂശ് മരണം ഏറ്റെടുത്തതുപോലെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ, നമ്മളെ പാപത്തിന് വിടിവിച്ച് നമ്മെ സ്വതന്ത്രമാക്കി എടുത്ത് പിതാവ് എന്നുള്ള പുത്രത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന്, നിത്യജീവനെ തന്ന്, ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി സ്വർഗ്ഗ പർദീസ നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് യേശു ഭൂമി കഷ്ടം സഹിച്ചെങ്കിൽ, അല്ലേ കഷ്ടം സഹിച്ചു, നമ്മളും കഷ്ടം സഹിക്കണം. യേശുവിനോടൊപ്പം കഷ്ടം സഹിച്ച് ജീവിതത്തിൽ മുന്നേറുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യൻ ജീവിതം, യഥാർത്ഥ ക്രിസ്ത്യാനിത്വം, യഥാർത്ഥ ക്രിസ്ത്യാനി ജീവിതം. ക്രിസ്ത്യൻ ജീവിതം എന്നൊക്കെ പറയുന്നത് എന്താ? ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുക എന്നുള്ളതാണ്. ചിലർക്ക് ക്രിസ്തുവിനോട് കഷ്ടം സഹിക്കാൻ പറ്റത്തില്ല, നിന്ദ അനുഭവിക്കാൻ പറ്റത്തില്ല, പരിഹാസം അനുഭവിക്കാൻ പറ്റത്തില്ല, ഉപദ്രവിക്കാൻ പറ്റത്തില്ല, ദാരിദ്ര്യം അനുഭവിക്കാൻ പറ്റില്ല, പട്ടിണി അനുഭവിക്കാൻ പറ്റത്തില്ല. ചിലർക്ക് സുഖരൂപമായ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കണം. ചിലർക്ക് അത് നീ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഞങ്ങൾ കർത്താവിനോട് ചേർന്ന് ചില കഷ്ടമൊക്കെ സഹിച്ച്, ചില ഞെരുക്കത്തിലൂടെ, ചില ദുഃഖത്തിലൂടെ, നിന്ദയിലൂടെ, അപമാനത്തിലൂടെ, പരിഹാസത്തിലൂടെ, ഈ ചെന്നായ്ക്കളുടെ നടുവിൽ ഞങ്ങളുടെ ജീവൻ ബലവേശുമ്പോൾ അതിന്റെ നടുവിൽ ഞങ്ങൾ നിൽക്കുന്നതിന് കാരണം എന്താ? അല്ലെങ്കിൽ കർത്താവിൽ ഞങ്ങൾ പ്രത്യാശയുള്ളതുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം കഷ്ടം സഹിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലേരിയ. ഞാൻ പറഞ്ഞതിന്റെ കാരണം, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ക്രിസ്തുവിനോടൊപ്പം കഷ്ടം സഹിക്കുന്നതിൽ നീ സന്തോഷിക്കണം. അതൊരു വരമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. അല്ലേരിയ. ഇവിടെ ദൈവത്തിന് വരം വായിക്കുന്നത്, അല്ലേരിയ, വീണ്ടും നമ്മൾ ദൈവത്തിന് വരം വായിക്കും. 10-10 അതിന്റെ 16 വാക്യം വായിക്കും എടുക്കുന്നത്, ചെന്നായ്ക്കളുടെ തലയിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും. അല്ലേരിയ. യേശുവിന് പറയാ എന്ന്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ, അല്ലേരിയ, പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവർ, അല്ലേരിയ. ഒന്ന് ഓർത്തു വയ്ക്കി ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, യേശു തന്റെ ശിഷ്യന്മാരെ സ്വർഗ്ഗദൂത് അറിയിക്കുവാനായി അയക്കുമ്പോൾ പറഞ്ഞ അതിപ്രധാനമായ ഒരു കാര്യമാണ്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും. അല്ലേരിയ. എന്താണ് പാമ്പിന്റെ ബുദ്ധി? അല്ലേരിയ. തന്റെ ജീവന് അപകടം നേരിടുമെന്ന് തോന്നുന്ന സ്ഥാനത്ത് നിന്നും കണ്ണ് ചിമ്മുന്നതിനിടയിൽ പാമ്പ്, അല്ലേരിയ, രക്ഷപ്പെട്ടിരിക്കും. പാമ്പിന്റെ കാര്യം ഇങ്ങനെ, പാമ്പിന്റെ ജീവന് ഭീഷണി എന്ന് കണ്ടു കഴിയുമ്പോൾ കണ്ണ് ചിമ്മുന്നതിനിടയിൽ പാമ്പ് ഓടി രക്ഷപ്പെടും. അല്ലേരിയ. അതിന് അല്ലെങ്കിൽ മാർഗമില്ലാതെ വരുമ്പോഴാണ് അത് ഭക്തി വിടർത്തി എഴുതേക്കുന്നത്. രക്ഷപ്പെടാൻ മാർഗമില്ലാതെ വരുമ്പോഴാണ് പാമ്പ് ഭക്തി വിടർത്തി എഴുതേക്കുന്നത്. അല്ലേരിയ. പ്രൈസലോ. സ്തോത്രം. അല്ലേരിയ. അത് കണ്ട് ശത്രു ഓടിപ്പോകുന്ന നേരത്ത്, അല്ലേരിയ, പാമ്പ് ഓടിച്ചു കഴിയും. അപ്പൊ പാമ്പ് പത്തി വിടർന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും? പാമ്പിന്റെ ശത്രുക്കൾ കൊടുക്കും. ആ സമയം കൊണ്ട് പാമ്പ് എന്ത് ചെയ്യും? പത്തി താത്തി അത് ഒളിക്കും. പ്രൈസലോ. അതാണ് നമ്മൾ കർത്താവ് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. അല്ലേലിയ. അപ്പൊ വിശ്വാസികൾക്കും ഈ മാതൃക പിൻപറ്റാവുന്നതാണ്. ഇന്നത്തെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാർക്കും ഈ മാതൃക ആവശ്യമാണ്. അല്ലേലിയ. ഉപദ്രവിക്കുന്നവരെ കൊത്തുന്ന പാമ്പിന്റെ സ്വഭാവമല്ല ഇവിടെ ഉപദേശിക്കുന്നത്. ഉപദ്രവിക്കുന്നവരെ കൊത്തുന്ന പാമ്പിന്റെ സ്വഭാവമല്ല സുവിശേഷകന്മാർക്ക് ആവശ്യം. അല്ലേരിയ. നമ്മളെ ഉപദ്രവിക്കുന്ന ശത്രുക്കൾ, ഉപദ്രവിക്കുന്ന ചെന്നായ്ക്കളുടെ കൂട്ടങ്ങൾ എത്ര പ്രബലമായിരുന്നാലും, പാമ്പിനെ പോലെ വിഷമുള്ളതായിരുന്നാലും നമ്മൾ തിരിഞ്ഞു കൊത്താതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. ഈ ചെന്നായ്ക്കളുടെ കൂട്ടങ്ങൾ, സുവിശേഷ വിരോധികൾ, ദൈവമില്ല എന്ന് പറയുന്ന സാത്താന്യ ശക്തിക്കെതിരെ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മൾ അവരെ തിരിഞ്ഞു കൊത്താനോ തിരിച്ചടിക്കാനോ ഒന്നും പോകണ്ട. അല്ലേരിയ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഒരു സമർപ്പിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ പൊന്നാനിയില് ഞങ്ങളുടെ സഹോദരന്മാർ ദേവദാസന്മാർക്ക് സുവിശേഷം അറിയിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സഹോദരൻ പെട്ടെന്ന് വന്നിട്ട്, നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല, നിങ്ങളിവിടെ വേണ്ട, നിങ്ങളുടെ ആളുകൾ ഉള്ളിടത്ത് പോയി നിങ്ങൾ പ്രസംഗിച്ചാൽ മതി, ഇവിടെ ഞങ്ങളുടെ ആളുകളും മാത്രം മതിയെന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞുകൊള്ളുവാണ് പറഞ്ഞ. അതുകൊണ്ട് ഓർത്തോടെ, ചെന്നായ്ക്കൾ നടുവിൽ ആടുകളെ പോലെ കർത്താവ് ഞാൻ നിങ്ങളെ അയക്കുന്ന യേശു പറഞ്ഞപ്പോൾ ആ വാക്കെത്ര ശ്രേഷ്ഠമാണ്. അല്ലേ? അവിടെ വെച്ച് അവരിന്ന് ഇത് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായ ഞങ്ങളുടെ ദൈവദാസന്മാർ സാഹചര്യത്തിനനുസരിച്ച്
അവർക്ക് പ്രവർത്തിപ്പാനുള്ള കൃപ ദൈവം കൊടുത്തു. അല്ലേ? പക്ഷേ സുവിശേഷകന്മാരെ ആട്ടി ഓടിച്ച പട്ടണത്തിൽ, സുവിശേഷകന്മാരെ വിരട്ടി ഓടിച്ച പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിച്ചിട്ടുണ്ട് മുമ്പ്. ഇനിയും സുവിശേഷകന്മാരെ ആട്ടി ഓടിച്ച, സുവിശേഷകന്മാരെ ചീത്ത പറഞ്ഞ ട്രാക്റ്റുകൾ വലിച്ചു കയറി മുഖത്തെറിഞ്ഞ് അവരെ ദേശത്തുനിന്ന് പാമി ഓടിച്ച ഏത് സ്ഥലമായിരുന്നാലും അവിടെ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടാറായി. അതിന് കൂട്ടുനിന്നവരും കൂട്ടുനിന്നവരും പ്രലോഭിപ്പിച്ചവരും അതിന് മുമ്പിൽ നിന്നവരെ എല്ലാം ദൈവം സന്ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളതൊക്കെ തിരിച്ചറിയണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങുക സഹോദര. ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ജീവനുള്ള ദൈവത്തെ, ഈ ഉലകത്തെ മുടി സൃഷ്ടിച്ച്, ഈ പ്രപഞ്ചത്തെ മുടി സൃഷ്ടിച്ച്, ഈ അണ്ടകടാകത്തെ നിർമ്മിച്ച് അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഈ ബ്രഹ്മാണ്ടത്തെ അടക്കി വാഴുന്നവൻ, ഹല്ലേലൂയ. ഈ 7 ഭൂഖണ്ഡങ്ങളിലെ 7 കരയുടെ അധികാരിയെ, ഉടമസ്ഥനെ, സകല ജനത്തിന്റെയും രക്ഷകൻ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തൻ, കുരിശിൽ മരിച്ചവൻ, അടക്കപ്പെട്ടവൻ, ഉയർത്തെഴുന്നേറ്റവൻ, സ്വർഗാരോഹണം ചെയ്തവൻ, പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവൻ, തന്നെ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുന്ന യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അതിനേക്കും ഭയമൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊക്കെ സുവിശേഷം അല്ലെങ്കിൽ പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പ്രതിസന്ധികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, സുവിശേഷം മുഖാന്തരം കഷ്ടം സഹിക്കേണ്ടി വന്നാലും സന്തോഷിക്കാനാ പറയുന്നേ. ഹല്ലേലൂയ. അത് ഞങ്ങൾക്ക് ചീത്തവിളി കേട്ടാൽ തിരിച്ച് ചീത്ത വിളിക്കാൻ അറിയത്തില്ല. ഞങ്ങൾ പഠിക്കാനായിട്ടല്ല, ചീത്തയൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ നിങ്ങളെക്കാട്ടും നല്ല ചീത്തയൊക്കെ വിളിച്ചിട്ടുള്ളവരാ. എന്നെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഞാൻ ഇന്ന് സുവിശേഷമായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുന്ന ചീത്തയേക്കാൾ വലിയ ചീത്തയൊക്കെ വിളിച്ചു നടന്നാ ഞാൻ. നല്ല തെറിയൊക്കെ അറിയാമായിരുന്നു. പക്ഷെ ഞങ്ങൾ യേശുവിനെ അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ നാവിൽ നിന്നൊക്കെ അത് ഞങ്ങൾ നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ എത്ര ചീത്ത വിളിച്ച് ഞങ്ങൾ ചീത്ത പറയത്തില്ല. ഞങ്ങൾ സ്നേഹം പകർന്നു തരും. യേശുവിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയാമായിരുന്നു. യേശുവിന്റെ സഭയ്ക്ക്, യേശു തെരഞ്ഞെടുത്ത സഭയ്ക്ക്, യേശു ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടമാകുന്ന സഭയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ സ്നേഹം പങ്കുവെക്കുക. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം പാമ്പിനെ പോലെ നമ്മൾ തിരിഞ്ഞു കൊത്തുന്നവരെല്ലാം നമ്മൾ യേശുവിന്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധി ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കണം. ദൈവസഭ, ദൈവമക്കൾ പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കണം. പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവനായിരിക്കുന്നവരെയാണ് ദൈവം തന്റെ ദൂതന്മാരാൽ സംരക്ഷണം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവസഭയ്ക്കകത്ത് അവിടെ ഇവിടെയൊക്കെ പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രദർശനങ്ങളൊക്കെ ഉണ്ടെന്നേ. അതൊന്നും കണ്ട് നീ ഭാരപ്പെട്ടു പോകണ്ട. പ്രാവിനെ പോലെ കളങ്കമില്ലാതെ നിന്റെ മനസ്സിനെ നീ ക്രമീകരിച്ച് ജീവിതത്തിന്റെ വാക്കുകളെ, നിന്റെ നോട്ടത്തെ, പ്രവൃത്തിയെ, നിന്റെ ചിന്തകളെ, നിന്റെ കുടുംബത്തെ, നിന്റെ മക്കളെ, നിന്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ നീ ക്രമീകരണത്തിലൂടെ കൊണ്ടുവന്ന് പ്രാവിനെ പോലെ കളങ്കമില്ലാത്ത അനുഭവത്തിൽ നിൽക്കുന്നെങ്കിൽ, ആടുകളുടെ ശത്രു എത്ര വലുതായിരുന്നാലും, നിന്റെ ശത്രുക്കൾ എത്ര വലുതായിരുന്നാലും, അതിന്റെ നടുവിൽ ദൈവം നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്ക് അളക്കാൻ പറ്റത്തില്ല. സുവിശേഷത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന്റെ ശക്തി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ആർക്കും അളക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ മേലുള്ള ആത്മാവിന്റെ ശക്തി ആർക്കും തൂക്കി നോക്കാൻ കഴിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഏറ്റവും ശ്രേഷ്ഠനാ നീ. ഈ ലോകത്തിൽ ഏറ്റവും സമാധാനമുള്ള ജീവിതം സുവിശേഷം പ്രസംഗിക്കുന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ ജോലി, ഈ ലോകത്തിലെ ഏറ്റവും പദവിയുള്ള മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള അഭിമാനമുള്ള ജോലി എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്ന ഈ ലോകത്തിൽ ഏറ്റവും അഭിമാനത്തോടെ വേല ചെയ്ത് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്ന ജോലി ഏതാ? സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ദൈവമക്കൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നത്. അപ്പൊ ഈ ലോകത്തിൽ നല്ല ഇവിടെ റെവറൻഡോ ഡോക്ടറോ എഞ്ചിനീയറോ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ, എന്തെല്ലാം ഡിഗ്രി ഉണ്ടായെന്ന് പറഞ്ഞാലും ഒരു സുവിശേഷകന്റെ സമാധാനം നിനക്കില്ല കേട്ടോ. ഒരു സുവിശേഷകന്റെ സമാധാനം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സങ്കടത്തിന്റെ നടുവിലാണോ നീ ഭാരപ്പെടുന്നത്? ദുഃഖത്തിന്റെ നടുവിലാണോ? വേദനയാണോ നിനക്ക്? ആരുമില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആര് സഹായിക്കാൻ തോന്നുന്നുണ്ടോ? സങ്കടപ്പെടുന്നുണ്ടോ? അവിടെ നീ ഭാരപ്പെടണ്ടെന്നാ. ഹല്ലേലൂയ.
ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രയാസത്തോടെ കടന്നുപോയി. ഇപ്പോഴും വലിയ പ്രയാസം നേരിടുകയാണ്. കാരണം എൻ്റെ നട്ടുവിന് ഭയങ്കര വേദന. ഒന്ന് കുനിയാനോ ദൂരുവാനോ ഒക്കെ പറ്റാത്ത വിധത്തിൽ വളരെ സങ്കടപ്പെടുകയാണ്. അപ്പൊ ഞാൻ അന്നേരം കർത്താവിനോട് പെട്ടെന്ന് ഒരു മനസ്സിൽ ചിന്ത വന്നത്, കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കർത്താവ് എന്നെ ഇത്രമാത്രം അങ്ങ് സ്നേഹിക്കുന്നുണ്ട്, എനിക്കൊരു സൗഖ്യം തരത്തില്ലെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ അറിയാതെ പറഞ്ഞു പോയതിന് ക്ഷമിക്കണം. പിന്നെ ദൈവം അറിയാതെ ഒന്നും വരത്തില്ലല്ലോ, അല്ലേ? അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, നിനക്ക് കഷ്ടം സഹിക്കാനൊക്കെ ഞാൻ വരം തന്നിട്ടുണ്ട്, നീ ഉറച്ചു നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനൊന്നുകൂടെ അങ്ങ് ആശ്വസിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവ് എല്ലാ വേദനകളും മാറ്റി തരുന്നവനാണ്, അല്ലേ? അപ്പൊ നമ്മൾ ചില കഷ്ടങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരും. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലൊക്കെ ചിന്തകൾ കടന്നു വരുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പെട്ടെന്ന് നിരപ്പ് പ്രാപിച്ചണം, കേട്ടോ. കർത്താവ് അങ്ങറിയാം, അതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ, എന്റെ തലയിൽ ഒരു മുടി പോലും പൊഴിയുന്നത് അങ്ങ് അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവ് എന്റെ ശരീരത്തിന്റെ വേദനകൾ, എന്റെ നാട്ടിൻ നരമ്പുകൾ, ജോയിന്റുകളിൽ, എന്റെ പേശികളിൽ, എന്റെ അസ്ഥികളിൽ, എന്റെ ത്വക്കിന്മേൽ വ്യാപരിക്കുന്ന എന്നിൽ വ്യാപരിക്കുന്ന സകല രോഗങ്ങളും അങ്ങ് അറിയുന്നുണ്ടല്ലോ. സകല രോഗത്തിനും വൈദ്യനായ, സകലത്തെ സൃഷ്ടിച്ച, സകലത്തെയും വിടുവിക്കുന്ന അങ്ങേക്ക് എന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന വിശ്വസിക്കണം, കേട്ടോ. അത് സുവിശേഷവുമായി നീ എഴുതേക്കുമ്പോൾ നിനക്കെതിരെ ഒരുപാട് എതിരുകൾ ഉണ്ടാകാം. ചെന്നായ്ക്കന്നറിയിൽ ആടിനെ പോലെ കർത്താവിനെ അയക്കുമ്പോൾ സിംഹവും കരടിയും പുലിയും കടുവ അടക്കമുള്ള വന്യമൃഗങ്ങൾ നിനക്കെതിരെ എഴുന്നേറ്റേക്കാം. സാത്താന്യ ശക്തികൾ, ഹല്ലേലൂയ. അതിനകത്തൊന്നും നീ ഭാരപ്പെട്ടു പോകരുത്, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവ് തന്റെ സഭയെ എടുക്കുവാൻ സമയമായി. ഈ ചെറിയ ആട്ടിൻകൂട്ടത്തെ കർത്താവ് ചേർക്കാൻ സമയമായി. കർത്താവ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ കർത്താവ് ചേർക്കാൻ സമയമായി. യേശു മധ്യാകാശത്തിൽ വരാൻ സമയമായി. അതുകൊണ്ട് അവർക്ക് എത്ര വലിയ വിരോധികൾ എഴുന്നേറ്റാലും അവരെ കൊന്നു കളഞ്ഞാലും നാം ദൈവത്തിനായിട്ട് നല്ലത് ചെയ്യണം, ഹല്ലേലൂയ. ദൈവത്തിനായിട്ട് നല്ലത് ചെയ്ത്, ഹല്ലേലൂയ, കർത്താവിന്റെ വരവ് വേണ്ടി ഒരുങ്ങിയിരിക്കണം, ഹല്ലേലൂയ. പണ്ട് യഹൂദന്മാർ ക്രിസ്ത്യാനികൾക്ക് നേരെ മൂർഖൻ പാമ്പിന്റെ സ്വഭാവത്തോടു കൂടി എഴുന്നേറ്റു, ഹല്ലേലൂയ. എഴുന്നേറ്റു, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. രാജാവായി ഹെരോദാവ് ശിഷ്യന്മാരെ നശിപ്പിക്കുന്നതിന് വൈരാഗ്യത്തോടു കൂടി എഴുന്നേറ്റു. യഹൂദന്മാർ സ്തെഫാനോസിനെ കൊന്നൊടുക്കാൻ വേണ്ടി മൂർഖ സ്വഭാവത്തോടു കൂടി എഴുന്നേറ്റു. പുതിയ നിയമത്തിലെ രക്തസാക്ഷി, ആദ്യത്തെ രക്തസാക്ഷി സ്തെഫാനോസിനെ കൊല്ലാൻ വേണ്ടി, സ്തെഫാനോസിനെ കല്ലെറിയാൻ വേണ്ടി യഹൂദന്മാർ മൂർഖ സ്വഭാവത്തോടെ എഴുന്നേറ്റു, ഹല്ലേലൂയ. ഇന്നും അങ്ങനെയൊക്കെയാണ്. ദൈവജനത്തെ തകർക്കുവാൻ, ദൈവജനത്തെ ഇല്ലായ്മ ചെയ്യാൻ സാത്താന്യ ശക്തികൾ മൂർഖ സ്വഭാവത്തോടുകൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ എഴുന്നേൽക്കുന്നുണ്ട്. അതും കണ്ട് നമ്മൾ ഭാരപ്പെട്ടു പോകണ്ട. സുവിശേഷം എന്ന് പറയുന്നത് മാനകുലത്തിന്റെ രക്ഷയാണ്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, മാനകുലത്തിന്റെ രക്ഷയാണ് ആവശ്യം. ആ രക്ഷ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രം, സുവിശേഷത്തിലൂടെ മാത്രം, സുവിശേഷത്തിലൂടെ മാത്രമേ ഏത് മനുഷ്യൻ രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ, ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്ന സത്യത്തെ നീ കേൾക്കുമ്പോൾ അതിനോട് നീ ചേർത്ത് നിൽക്കാതെ, സുവിശേഷം വിളിച്ചു പറയുന്നവർക്ക് ചെന്നായ്ക്കളുടെ സ്വഭാവം പോലെ നീ മാറാതെ, സുവിശേഷം നിന്റെ ജീവിതത്തിൽ രക്ഷയ്ക്കുള്ള മാർഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ഹല്ലേലൂയ, നീ ക്രിസ്തുവിൽ എപ്പോൾ നിന്നെ സമർപ്പിച്ചു കൊടുക്കുന്നു ആ സമയം നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേരും, ഹല്ലേലൂയ. നിനക്ക് നിത്യജീവനെ കിട്ടും, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ അവകാശിയായി മാറും. രക്തം ചെയ്യും. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം, ഹല്ലേലൂയ. സഭ, ഹല്ലേലൂയ, സഭ പണ്ട് ആദിമകാല സഭ ഒരുപാട് പീഡയിലൂടെ കടന്നുപോയി. നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഭയങ്കരമായ ഉപദ്രവത്തിലേക്ക് സഭ കടന്നുപോയി. ക്രിസ്ത്യാനികളെ വേരോടെ പിടിതെറിയുവാൻ വേണ്ടി തുനിഞ്ഞെങ്കിലും രാജാവാൻ അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഹല്ലേലൂയ. നീറോ ചക്രവർത്തി, ഹല്ലേലൂയ, ക്രിസ്ത്യാനികളെ മുഴുവൻ പിഴുതെറിയ കൊന്നൊടുക്കാൻ വേണ്ടി പലരും എഴുന്നേറ്റ കാലഘട്ടത്തിൽ പല തന്ത്രങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ രാജാവായ കർത്താവ് യേശു ക്രിസ്തു ആടുകൾ ഇടയനായി നിന്നത് കൊണ്ട് ക്രൈസ്തവരെ ഒന്നും ചെയ്യാൻ കഴിയാതെ നീറോയുടെയൊക്കെ അവസാന കാലഘട്ടം വളരെ ദാരുണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഹല്ലേലൂയ. അപ്പം കർത്താവ് യേശു ക്രിസ്തു ചെറിയ ആട്ടിൻകൂട്ടത്തിന് രാജാവായി എഴുന്നേറ്റു. നീറോ ചക്രവർത്തിയെ പോലെയുള്ള ക്രൂരന്മാർ, നീറോയെ പോലെ, ട്രാൻസിനെ പോലെ, ഹല്ലേലൂയ, ഡൊമിഷ്യൻ ചക്രവർത്തിയെ പോലെയുള്ള അനവധി ക്രൂരന്മാരായിരിക്കുന്ന ചക്രവർത്തിമാർ ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കാൻ എഴുന്നേറ്റപ്പോൾ ചെറിയ ആട്ടിൻകൂട്ടമായിരിക്കുന്ന ദൈവസഭയ്ക്ക് കർത്താവ് ഇടയനായി
രാജാതി രാജാവായി ദൈവസഭയെ കാത്ത് സംരക്ഷിച്ചു പരിപാലിച്ചു. ഹല്ലേലൂയ. അവരെ പച്ചയായി പുൽപ്പുറങ്ങളിൽ നടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികെ നടത്തി. ഹല്ലേലൂയ. അതെ, എന്നാ ദൈവവചനം. അതെ, ശത്രു എത്ര വലുതായിരുന്നാലും ആമ ഒരു നീറോയോ ഒരു നീറോയോ ഒരു കൈസറോ ഒരു ഹെരോദാവോ ഹല്ലേലൂയ യഹൂദന്മാരോ ഒരു ട്രാജനോ അങ്ങനെയുള്ള ഏത് ശക്തികൾ എഴുന്നേറ്റാലും ചെറിയ ആട്ടിൻകൂട്ടത്തിന്റെ സംരക്ഷണമായി ദൈവസഭയെ പരിപാലിക്കാൻ യേശു കൂടെയുള്ള നല്ല ഇടയനായി. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നല്ല ഇടയനായി യേശു നിന്നോട് കൂടെയുണ്ട് കേട്ടോ. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, എന്റെ സങ്കടങ്ങൾ സാമേ, ഞാൻ ഈ പറയുന്ന സുവിശേഷം മുഖാന്തരം നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പീഡകൾ കാണും, ഒരുപാട് പ്രതിസന്ധികൾ കാണും. എല്ലാം ഒന്നും നിങ്ങൾക്ക് മനുഷ്യർ പറയാൻ കഴിഞ്ഞു വരത്തില്ല, എല്ലാം ഒന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞത് വരത്തില്ല. എങ്കിലും നിങ്ങൾ നല്ല ഇടയനായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിന്റെ സകല പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം പറഞ്ഞ യാക്കോബിന്റെ ആമി സ്തോത്രം. യാക്കോബിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ ദൈവിക സംരക്ഷണത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവവചനത്തിൽ ഒരുപാട് സംരക്ഷണങ്ങളെ കുറിച്ച് യൂദയുടെ പുസ്തകമൊക്കെ വായിച്ചാൽ വീടാതെ നമ്മളെ താങ്ങി നിർത്താൻ കഴിയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:13 വാക്യം, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്നെ വലകൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ താഴോട്ട് വായിക്കുന്ന സമയം പുഴുവായി യാക്കോബിനെ വിളിച്ചിട്ട് യാക്കോബിന് ചില നിർദ്ദേശങ്ങളെ കൊടുക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ വലം കൈ പിടിച്ച് നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഏത് കഷ്ടത, നീ ഒറ്റപ്പെട്ടവൻ, സുവിശേഷം നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഉപദ്രവിക്കപ്പെടും, നിന്ദിക്കപ്പെടുമ്പോൾ, നീ ഒറ്റപ്പെടുമ്പോൾ നിന്റെ വലം കൈ പിടിച്ച് നിന്നെ സഹായിപ്പാൻ യേശുണ്ട്. ആരെങ്കിലും ഇതുപോലെ ഭാരത്തോടെ പ്രയാസമായിരിക്കുന്നെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ, അങ്ങയുടെ ഒപ്പം ചേർന്ന് കഷ്ടം സഹിച്ച് അങ്ങയുടെ വേല തികയ്ക്കുവാൻ എനിക്കുള്ള കൃപ നൽകണമേ. ആടുകളുടെ ചെന്നായികളുടെ ആടുകളെ പോലെ നിങ്ങൾ അയക്കുന്നത് കർത്താവേ. അതുകൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തൊരായിരിക്കും അങ്ങ് പറഞ്ഞതുപോലെ കർത്താവ് അനുഭവത്തിൽ ഞാൻ കടന്നു പോകുമ്പോൾ അങ്ങയുടെ വലിയ സാന്നിധ്യം കൂടിയിരിക്കണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുവിന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ ദൈവത്തിനെ കേട്ടുകൊണ്ടേണ്ട കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാനത്തുള്ള ആളുകൾ കർത്താവിശ്വം കേരളത്തിലെ 4 ജില്ലകളിലും ഇന്ത്യയുടെ 29 സംസ്ഥാന 7 കേന്ദ്രങ്ങളായി 143 കോടിയിലും ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ 7 ഭൂഖണ്ഡങ്ങളിലായി 800 കോടിയിലും ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാത്ത വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണവിധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലെ ജനത്തെയും അധികാരികളെയും, കരസേനം, വ്യോമസേന, നാവികസേന, അതിർത്തികൾ കാക്കുന്ന VSC പടക്കമുള്ള എല്ലാ ജനത്തെയും, പ്രധാനമന്ത്രിയുടെ കരങ്ങൾ, നിയമ നിർമ്മാണ രഹസ്യാന്വേഷണ ക്രമസമാധാന പാലകരെ, പോലീസിന്റെ ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി സകലമിൽ ബുദ്ധിമാർ, ആരോഗ്യമായി, വിദ്യാഭ്യാസ, സാമ്പത്തികമായി, ബാങ്കിങ് മേഖല, എല്ലാ കേന്ദ്ര രാഷ്ട്ര തലവന്മാരെയും ഞങ്ങൾ ദൈവരങ്ങൾ ലഭിക്കുന്ന എല്ലാ ഭരണപ്രതിപക്ഷ പാർട്ടികളെയും, എല്ലാ മത, സാമൂഹ്യ, സംസ്കാര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്ന എല്ലാവരും, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, സകല മേഖല ജനത്തെ കരയിലും കടലും ആകാശമാർഗം വാഹനം സെയിൽസ് ചെയ്യുന്നവർക്കായി കർത്താവ് കരലോര വാസി, തീരദേശവാസികൾ, മത്സ്യബന്ധന ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, കരിയിൽ, കമ്പനിയിൽ, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, വലിയ ചെറുതും എല്ലാ വ്യാപാരി വ്യവസായികളെയും കർത്താവ് വഴിയുടെ കച്ചവടക്കാരെ, ക്ഷീരമേഖല, കാർഷിക മേഖലയിരിക്കുന്ന കർഷക രംഗം, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ ടൈപ്സിനെ, പാടത്തും പറമ്പിലും കൂറിലും കല്ലിലും മണ്ണിലോടും പണിയെടുക്കുന്ന അനവധി ആളുകൾ, മണലാണ്ടത് കഷ്ടം സഹിക്കും, വേദന അനുഭവിക്കും, വിദേശരാജ്യം പീഡ അനുഭവിക്കുന്നവർ എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, സകല ജനത്തിനും ദൈവത്തിന്റെ നീതിയുടെ വിവിധ രോഗങ്ങളെ, ഭാരങ്ങളെ നേരിടുന്നവർ, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ചെന്നായ്ക്കളെ പോലെ ദൈവസഭയ്ക്ക് നേരെ എഴുന്നേൽക്കുമ്പോൾ, പീഡകൾ വർദ്ധിക്കുമ്പോൾ, സുവിശേഷം മുഖാന്തരം ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ നടുവിൽ ദൈവവചനത്തെ സൂക്ഷിക്കണമേ. സുവിശേഷം എഴുന്നേൽക്കുന്ന എല്ലാ വിരോധ ആപാശക്തികളെയും ദൈവം സന്ദർശിക്കുന്നതായി പ്രാർത്ഥന. മാത്രമല്ല കൂടുതൽ ശുദ്ധശക്തികൾ, മദ്യവും മയക്കുവൻ ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന അനവധി യുവതലമുറകൾ അടക്കം മാനസാന്തരപ്പെടുവാൻ, സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളിലൂടെ ദൈവിക നീതി വെളിപ്പെടുവാൻ, ദൈവമക്കളെ ദൈവസഭയെ തകർക്കുന്ന ദുരുപദേശന്മാർ, കള്ളപ്രമാണികൾ, കള്ളയിടമാരെ സന്ദർശിപ്പാൻ, ദൈവമില്ല എന്ന് പറയുന്ന മൂടനെ നിരീശ്വരമായ യുക്തിവാദികൾക്ക് മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വരവേറ്റു ആസനമായിരിക്കുമ്പോൾ അനവധി ആളുകളുടെ പേരുകൂടെ ജീവപുസ്തകത്തിൽ എഴുതിച്ചേർന്ന് വലിയ ഉണർവിന്റെ കാലഘട്ടമായി ദൈവസഭയിൽ പണിയേറ്റാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. സുവിശേഷം മുഖാന്തരം ആരെങ്കിലും കഷ്ടം സഹിക്കുന്നെങ്കിൽ ദൈവമേ അവർക്ക് ആശ്വാസ സമാധാനം കൊടുക്കണമേ. ദൈവദാസ്യദാസന്മാർ, കുടുംബങ്ങൾ, തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നടന്നുകൊണ്ട് അരാജകത്വത്തെ, കൊലപാതക രാഷ്ട്രീയത്തെ, രക്തചുരിച്ചിലിനെ നീക്കണമേ. സ്കൂൾ, കോളേജ്, കലാലയങ്ങളിൽ നടക്കുന്ന അക്രമത്തെ ദൈവം നീക്കം ചെയ്യണമേ.
ഇവരൊക്കെ തൊടുവാണ്ടേക്കണം, ഒരു മാനസാന്തരം കൊടുക്കണം, താഴ്മ ജനത്തിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവദാസദാസന്മാരെ ഓർത്ത് പ്രാപ്തി കണ്ണീരോടെ ഈ ദിവസങ്ങളിൽ ഈ ലോകത്തിനും രാജ്യത്തിനും വേണ്ടി പ്രാപ്തിപ്പാൻ ദൈവം ഒരുക്കണമേ. പ്രാപ്തി സുവിശേഷ വിരോധികൾക്ക് മാനസാന്തരം കൊടുക്കണം. സകലത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.